ചെറിയ മത്തി കിട്ടിയാൽ ആകെ മൊത്തം ഒരു അങ്കലാപ്പാണ്. തേങ്ങ അരച്ച് കറി വെക്കണോ അതേ മുളകിട്ട് വറ്റിക്കണോ അത് ഉപ്പും മുളകും തിരുമ്മി നല്ലോണം അങ്ങ് പൊരിച്ചെടുക്കണോ, അങ്ങനെ അങ്ങനെ അങ്ങനെ. എന്നാൽ ഇതിലൊക്കെ നല്ലത് നല്ല തേങ്ങയും മുളകും ഇട്ട് പീര പറ്റിക്കുന്നതാണ്. ചെറുമീനുകളാണ് പീര പറ്റിക്കാൻ ഏറ്റവും സ്വാദിഷ്ടം. അതിൽ തന്നെ മത്തിയാണ് കേമൻ. മത്തി വെട്ടി കഴിയുന്ന സമയം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തോട്ടിൽ ഊത്ത കയറുന്ന സമയമാണെങ്കിൽ ധാരാളം കുഞ്ഞൻ മീനുകൾ കിട്ടിയിരുന്നു. ആ സമയത്ത് ഇതുപോലെ പീര പറ്റിക്കുകയോ അല്ലെങ്കിൽ പുളിയിലിട്ട് നല്ല അപ്പം ചുടുകയോ ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. കൈക്കുമ്പിൾ വെച്ചു കൊടുത്താൽ പോലും അതിൽ നിറയെ ഊത്തമീൻ കയറും. കുട്ടിയായിരുന്നപ്പോൾ ഞാനും പോയിട്ടുണ്ട് പിള്ളേര് സെറ്റിൻ്റെ കൂടെ ഊത്ത പിടിക്കാൻ. ആ സമയത്ത് നാട്ടിലെ കുട്ടിപ്പട്ടാളം മുഴുവനും തോട്ടിൻകരയിലുണ്ടാവും. ഇന്നിപ്പോൾ ഊത്തയും കാണാനില്ല, ഊത്ത പിടിക്കുന്ന കുട്ടികളുമില്ല. തേങ്ങയോടൊപ്പം ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക്, ഉപ്പും മഞ്ഞൾപ്പൊടിയും നിറയെ കറിവേപ്പിലയും ചേർത്ത് നല്ലോണം ഒന്ന് ഒതുക്കിയെടുക്കണം. ചതച്ചെടുത്ത കൂട്ട് മീനിലേക്ക് നല്ലോണം തിരുമ്മി പിടിപ്പിക്കണം. ഇനി 2-3 അല്ലി കുടംപുളിയും ഒരു നുള്ളു വെള്ളവും ഒഴിച്ച് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെന്ത് പാകമാകുന്നതിനിടയിൽ ദാ ഈ കാണുന്ന പോലെ 1-2 വട്ടം ചട്ടി ഒന്ന് നല്ലോണം കുലുക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി മേലെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രുചികരമായ മീൻ പീര റെഡി ആയിട്ടുണ്ട്.